ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പാക് പ്രകോപനങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും ആവർത്തിച്ച് ഇന്ത്യൻ സൈന്യം. ജമ്മു കശ്മീരിലെ സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് അതിർത്തി സുരക്ഷാ സേന 7 ഭീകരരെ വധിച്ചു. ജമ്മു, ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ കേരളം കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി. സംഘർഷ മേഖലയിൽ അകപ്പെട്ടുപോയവരെ സഹായിക്കാൻ സെക്രട്ടേറിയറ്റിൽ കൺട്രോൾ റൂം തുറന്നു. സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം ഇന്ന് വൈകിട്ട്. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത എന്നിവ കാത്തു സൂക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പാക് പ്രകോപനങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും ആവർത്തിച്ച് ഇന്ത്യൻ സൈന്യം. ഭീകരതയ്ക്കെതിരെ വിട്ടുവീഴ്ചയില്ല എന്ന നിലപാടുമായി ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് പ്രകോപനങ്ങൾക്ക് ശക്തമായ തിരിച്ചടി നൽകുന്നത് തുടരുകയാണ്. രാജ്യത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ നഗരങ്ങൾ ലക്ഷ്യം വെച്ചായിരുന്നു പാകിസ്ഥാന്റെ ഡ്രോൺ മിസൈൽ ആക്രമണ ശ്രമം. ജമ്മു കശ്മീരിലെ നിയന്ത്രണ രേഖയ്ക്ക് സമീപം പാകിസ്ഥാൻ നടത്തിയ വെടിനിർത്തൽ കരാർ ലംഘനത്തിനും ഉചിതമായ മറുപടി നൽകിയതായി കരസേന അറിയിച്ചു. ആളപായമില്ലെന്നും സൈന്യം വ്യക്തമാക്കി. ജമ്മു കശ്മീരിലെ സാംബ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്നലെയുണ്ടായ നുഴഞ്ഞുകയറ്റ ശ്രമം അതിർത്തി സുരക്ഷാ സേന പരാജയപ്പെടുത്തി. 7 ഭീകരരെ വധിച്ചു. നുഴഞ്ഞുകയറ്റ ശ്രമം നിരീക്ഷണ ഗ്രിഡിന്റെ ശ്രദ്ധയിൽപ്പെട്ടതായും BSF അറിയിച്ചു. പഠാൻകോട്ട്, രജൌരി എന്നിവിടങ്ങളിൽ ചാവേർ ആക്രമണമുണ്ടായതായുള്ള റിപ്പോർട്ടുകൾ പ്രതിരോധ മന്ത്രാലയം തള്ളി. ജമ്മു കശ്മീരിലെ സത്വാരി, സാംബ, ആർഎസ്പുര, അർണിയ എന്നിവിടങ്ങളിലേക്ക് പാകിസ്ഥാൻ വിക്ഷേപിച്ച 8 മിസൈലുകളും വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ നിർവീര്യമാക്കിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. സ്ഥിതിഗതികൾ വിലയിരുത്താൻ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ജമ്മുവിലെത്തി. അതേസമയം രാജ്യത്തുടനീളം ആവശ്യത്തിന് ഇന്ധനം ലഭ്യമാണെന്നും ജനങ്ങൾ അനാവശ്യ തിരക്ക് ഒഴിവാക്കണമെന്നും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെയും സുരക്ഷാ സേനയുടെ നീക്കങ്ങളുടെയും തത്സമയ റിപ്പോർട്ടിംഗിൽ നിന്ന് എല്ലാ മാധ്യമങ്ങളും ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും വ്യക്തികളും വിട്ടുനിൽക്കണമെന്ന് പ്രതിരോധ മന്ത്രാലയം നിർദ്ദേശം നൽകി. നിലവിലെ സാഹചര്യത്തിൽ ജമ്മുവിൽ നിന്നും ഉദ്ധംപൂരിൽ നിന്നും ഡൽഹിയിലേക്ക് പ്രത്യേക ട്രെയിനുകൾ സർവീസ് നടത്തുമെന്ന് ഇന്ത്യൻ റെയിൽവേ. ട്രെയിൻ നമ്പർ 04612 രാവിലെ 10:45 ജമ്മുവിൽ നിന്ന് സർവീസ് ആരംഭിക്കും. 20 കോച്ചുള്ള വന്ദേ ഭാരത് ഉച്ചയ്ക്ക് 12:45 ഉദ്ധംപൂരിൽ നിന്ന് ജമ്മു പത്താൻകോട്ട് വഴി സർവീസ് നടത്തും. ജമ്മുവിൽ നിന്ന് വൈകുന്നേരം 7 മണിക്ക് മറ്റൊരു സ്പെഷ്യൽ ട്രെയിൻ സർവീസും ഉണ്ടാകും. ചണ്ഡീഗഡിലെ വ്യോമതാവളത്തിൽ നിന്നും അപകട സൈറൻ മുഴങ്ങി. ജനങ്ങളോട് വീടുകൾക്കുള്ളിൽ തന്നെ കഴിയാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്തോ നേപ്പാൾ അതിർത്തിയിലും ബീഹാറിലെ സീമാഞ്ചൽ ജില്ലയിലും സുരക്ഷ ശക്തമാക്കി. SSB, പോലീസ് എന്നിവയുടെ പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പോലീസിന്റെയും അവധി റദ്ദാക്കി. മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്നലെ ഉന്നതതല യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ജില്ലാ മജിസ്ട്രേറ്റുമാരോട് ജാഗ്രത പുലർത്തണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ത്യ പാക് അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ രാജസ്ഥാനിലും ജാഗ്രത ശക്തമാക്കി. ഇന്നലെ രാത്രി 9 മണി മുതൽ പുലർച്ചെ 4 മണിവരെ ഏർപ്പെടുത്തിയ ബ്ലാക്ക് ഔട്ട് വരും ദിവസങ്ങളിലും തുടരും. ജനങ്ങൾ വീടുകളിൽ തന്നെ കഴിയണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലെയും പാക് അധിനിവേശ കശ്മീരിലെയും ഭീകര കേന്ദ്രങ്ങൾക്കെതിരെ ഇന്ത്യ നടത്തിയ പ്രത്യാക്രമണത്തെ തുടർന്ന് പാകിസ്ഥാൻ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് തുടരുകയാണെന്ന് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ അനുകൂല സോഷ്യൽ മീഡിയ അക്കൌണ്ടുകൾ വഴി പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം നിർദ്ദേശം നൽകി. ഇന്ത്യയിലെ ജമ്മു വ്യോമസേന താവളത്തിൽ ഒന്നിലധികം സ്ഫോടനങ്ങൾ നടന്നുവെന്ന തരത്തിൽ പ്രചരിക്കുന്ന ചിത്രം തെറ്റാണെന്ന് PIB ഫാക്ട് ചെക്ക് അറിയിച്ചു. ഗുജറാത്തിലെ ഹസീറ തുറമുഖം ആക്രമിക്കപ്പെട്ടെന്ന തരത്തിൽ പ്രചരിക്കുന്ന വീഡിയോയും വ്യാജമാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. രാജ്യത്ത് 3 ദിവസത്തേക്ക് ATMകൾ അടച്ചിടും എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാട്സ്ആപ്പ് മെസ്സേജുകൾ വസ്തുതാവിരുദ്ധമാണെന്നും അധികൃതർ വ്യക്തമാക്കി. ഇന്ത്യക്കെതിരായ പാകിസ്ഥാൻ ആക്രമണമാണെന്ന് പ്രചരിക്കുന്ന ദൃശ്യങ്ങൾ വീഡിയോ ഗെയിമിൽ നിന്നുള്ളതാണെന്ന് PIB ഫാക്ട് ചെക്ക് അറിയിച്ചു. ഡൽഹി വിമാനത്താവളത്തിലെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണ്. നിലവിലെ സാഹചര്യത്തിൽ കണക്കിലെടുത്ത് വിമാനങ്ങളുടെ സമയക്രമത്തിൽ മാറ്റം വരുത്താനും റദ്ദാക്കാനും സാധ്യതയുണ്ട്. വിവരങ്ങൾക്കായി ഔദ്യോഗിക വൃത്തങ്ങളെ ആശ്രയിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. തിരുവനന്തപുരം, കൊച്ചി വിമാനത്താവളങ്ങളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാണെന്ന് അധികൃതർ അറിയിച്ചു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ലഘൂകരിക്കണമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ്. നയതന്ത്ര തലത്തിൽ പ്രശ്നപരിഹാരത്തിനാണ് അമേരിക്ക താൽപര്യപ്പെടുന്നതെന്നും സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിൽ വാൻസ് വ്യക്തമാക്കി. യുദ്ധം വ്യാപിക്കില്ലെന്ന് പ്രത്യാശിക്കുന്നതായും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് പറഞ്ഞു.
ശ്രീലങ്കയുടെ വ്യോമമേഖലയോ പ്രദേശമോ ഉപയോഗിച്ച് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ സർക്കാർ ആരെയും അനുവദിക്കില്ലെന്ന് ശ്രീലങ്കൻ ക്യാബിനറ്റ് വക്താവ് നളിന്ദ ജേതിസ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇന്നലെ നടന്ന മന്ത്രിസഭാ യോഗത്തിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹം. ശ്രീലങ്ക എല്ലാത്തരം ഭീകരതയെയും എപ്പോഴും നിരാകരിക്കുകയും പ്രാദേശിക സമാധാനത്തിനായി നിലകൊള്ളുകയും ചെയ്യുമെന്ന് അദ്ദേഹം പറഞ്ഞു. കനത്ത തിരിച്ചടികൾക്കിടയിൽ അന്താരാഷ്ട്ര പങ്കാളികളോട് കൂടുതൽ വായ്പാ സഹായം അഭ്യർത്ഥിച്ച് പാകിസ്ഥാൻ. സംഘർഷം കനക്കുന്നതിനൊപ്പം ഓഹരി വിപണിയിലുണ്ടായ ഇടിവിനെയും തുടർന്നാണ് പാക് നടപടി. പ്രതിസന്ധി ലഘൂകരിക്കാൻ പങ്കാളികളോട് അഭ്യർത്ഥിച്ചതായി പാകിസ്ഥാൻ സർക്കാരിന്റെ സാമ്പത്തികകാര്യ വിഭാഗം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കേരളം കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ ഇന്നുച്ചയ്ക്ക് ചേരുന്ന സംസ്ഥാന മന്ത്രിസഭായോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ രാജ്യം സ്വീകരിക്കുന്ന എല്ലാ തീരുമാനങ്ങൾക്കൊപ്പം നാം എല്ലാവരും നിൽക്കണമെന്നത് പ്രധാനമാണെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ 4ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കണ്ണൂരിൽ സംഘടിപ്പിച്ച മുഖാമുഖം പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ജമ്മു ഉൾപ്പെടെയുള്ള അതിർത്തി മേഖലകളിൽ ആക്രമണം തുടരുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. സംഘർഷ മേഖലയിൽ അകപ്പെട്ടുപോയ കേരളീയർക്ക് സഹായത്തിനായി സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം. ഫാക്സ്, ടെലിഫോൺ, ഇമെയിൽ എന്നിവയിലൂടെ വിവരങ്ങൾ അറിയിക്കാം. ഫോൺ നമ്പർ 0471 251 7500. മറ്റൊരു നമ്പർ 251 7600. ഇമെയിൽ ID cdmdkerala@kerala.gov.in. ഫാക്സ് നമ്പർ 0471 232 2600. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിക്കാണ് കൺട്രോൾ റൂമിന്റെ ഏകോപന ചുമതല. നോർക്കയുടെ ടോൾ ഫ്രീ നമ്പറായ 1800 42 53 939 അറിയിക്കാവുന്നതാണ്. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. വളാഞ്ചേരി മുനിസിപ്പാലിറ്റിയിലെ 4 വാർഡുകൾക്ക് പുറമെ മാറക്കര, എടയൂർ, ആദവനാട് ഗ്രാമപഞ്ചായത്തിലെ ചില വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണുകളായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു. നിപ സ്ഥിരീകരിച്ച വളാഞ്ചേരി സ്വദേശിനിയായ യുവതി പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പൂനെ വൈറോളജി ലാബിൽ നടത്തിയ പരിശോധനയിലാണ് ഇവരിൽ നിപ രോഗം സ്ഥിരീകരിച്ചത്. പനിയും ശ്വാസതടസ്സവും ബാധിച്ച് മെയ് 1 വളാഞ്ചേരിയിലെ CHCയിൽ പ്രവേശിപ്പിച്ചത്. രോഗാവസ്ഥയിൽ മാറ്റമില്ലാത്തതിനെ തുടർന്ന് പെരിന്തൽമണ്ണയിലേക്ക് മാറ്റുകയും വിശദമായ പരിശോധന നടത്തുകയുമായിരുന്നു. അടിയന്തര ആരോഗ്യ ജാഗ്രതയ്ക്കാണ് ജില്ലയിൽ മൊത്തത്തിലും രോഗിയുടെ വീട് ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ജില്ലയിൽ എല്ലാവർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. മന്ത്രി വീണ ജോർജ് മലപ്പുറത്ത് ക്യാമ്പ് ചെയ്ത് പ്രതിരോധ പ്രവർത്തനങ്ങൾ അടക്കമുള്ളവയ്ക്ക് നേതൃത്വം നൽകി വരുന്നു. ഇന്ന് രാവിലെ മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും ആരോഗ്യ പ്രവർത്തകരുടെയും യോഗം ചേരുകയുണ്ടായി. നിപ സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച മലപ്പുറം റോസ് ലോഞ്ച് ഓഡിറ്റോറിയത്തിൽ നടത്താനിരുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലാതല പരിപാടി മാറ്റിവെച്ചു. ജില്ലയിൽ നാളെ നടത്താനിരുന്ന കായിക വകുപ്പിന്റെ ലഹരി വിരുദ്ധ സന്ദേശയാത്രയും മാറ്റിയിട്ടുണ്ട്. സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം ഇന്ന് വൈകുന്നേരം 3 മണിക്ക് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം PRD ചേംബറിൽ ഫലപ്രഖ്യാപനം നടത്തും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. സംസ്ഥാനത്താകെ 2964 കേന്ദ്രങ്ങളിലും ലക്ഷദ്വീപിലെ 9 കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ 7 കേന്ദ്രങ്ങളിലുമായി 4,27,021 വിദ്യാർത്ഥികളാണ് ഇത്തവണ റെഗുലർ വിഭാഗത്തിൽ SSLC പരീക്ഷ എഴുതിയത്. THSLC വിഭാഗത്തിൽ ഇത്തവണ 3057 കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്താകെ 72 കേന്ദ്രീകൃത മൂല്യനിർണ്ണയ ക്യാമ്പുകളിലായി 2 ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ മാർക്ക് എൻട്രി നടപടികൾ കഴിഞ്ഞ ദിവസം പൂർത്തീകരിച്ചിരുന്നു. ഇത്തവണ +1 മാർജിനൽ സീറ്റ് വർധനവിലൂടെയും താൽക്കാലിക ബാച്ചിലൂടെയും 81,330 അധിക സീറ്റുകൾ അനുവദിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ഹജ്ജ് ക്യാമ്പിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് വൈകുന്നേരം കണ്ണൂരിൽ നിർവഹിക്കും. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് 4,929 പേരാണ് ഇത്തവണ ഹജ്ജ് യാത്ര നടത്തുക. ജിദ്ദയിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ 28 സർവീസുകളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. 171 ഹജ്ജ് യാത്രികരുമായി ആദ്യ വിമാനം ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് പുറപ്പെടും. കണ്ണൂർ വിമാനത്താവളത്തിനടുത്ത് ആരംഭിക്കുന്ന ഹജ്ജ് ഹൌസിന്റെ ശിലാസ്ഥാപന കർമ്മവും മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. വലിയ ഇടയനെ തിരഞ്ഞെടുത്ത് കത്തോലിക്ക സഭ. അമേരിക്കയിൽ നിന്നുള്ള കർദിനാൾ റോബർട്ട് ഫ്രാൻസിസ് പ്രവോസ്റ്റ പുതിയ പോപ്പായി തിരഞ്ഞെടുക്കപ്പെട്ടു. പോപ്പ് ലിയോ 14 എന്ന പോന്തിഫിക്കൽ പേര് അദ്ദേഹം സ്വീകരിച്ചു. US നിന്നുള്ള ആദ്യ മാർപ്പാപ്പയാണ് പോപ്പ് ലിയോ 14. ഷിക്കാഗോയിൽ ജനിച്ച 69-കാരനായ പ്രവോസ്റ്റ
അഗസ്റ്റീനിയൻ സഭയിലെ അംഗമാണ്. മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം വത്തിക്കാനിൽ വിശ്വാസി സമൂഹത്തെ അഭിസംബോധന ചെയ്ത അദ്ദേഹം സമാധാന സന്ദേശം നൽകി. സിസ്റ്റൻ ചാപ്പലിൽ നടന്ന 133 കർദിനാൾമാരുടെ കോൺക്ലേവിലാണ് ലിയോ 14 കത്തോലിക്ക സഭയുടെ തലവനായി തിരഞ്ഞെടുത്തത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 844 പോയിന്റ് നഷ്ടത്തിൽ 79,490-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 259 പോയിന്റ് താഴ്ന്ന് 24,014-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില ഉയർന്നു. സ്വർണ്ണം ഗ്രാമിന് 30 രൂപ വർദ്ധിച്ച് 9,015 രൂപയും പവന് 240 രൂപ ഉയർന്ന് 72,120 രൂപയുമാണ് ഇന്നത്തെ വില. വിദേശ നിക്ഷേപകർക്കുള്ള മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. FPIകൾ ഇനി ഹ്രസ്വകാല നിക്ഷേപ പരിധികൾ പാലിക്കേണ്ടതില്ലെന്ന് RBI പുറപ്പെടുവിച്ച വിജ്ഞാപനത്തിൽ അറിയിച്ചു. വിദേശ നിക്ഷേപകർക്ക് നിക്ഷേപം കൂടുതൽ എളുപ്പമാക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് തീരുമാനമെന്ന് RBI വ്യക്തമാക്കി. സ്വാതി തിരുനാൾ ജയന്തിയോടനുബന്ധിച്ച് ആകാശവാണി കേരള നിലയങ്ങൾ സംയുക്തമായി സംഘടിപ്പിക്കുന്ന സ്വാതി തിരുനാൾ സംഗീതോത്സവം തിരുവനന്തപുരം കോട്ടയ്ക്കകം ലെവി ഹാളിൽ മറ്റന്നാൾ നടക്കും. പത്മശ്രീ ഡോക്ടർ K. ഓമനക്കുട്ടി, പ്രൊഫസർ കുമാര കേരളവർമ്മ, പ്രൊഫസർ പാൽക്കുളങ്ങര അംബികാദേവി എന്നീ സംഗീതജ്ഞരെ പരിപാടിയിൽ ആദരിക്കും. രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 12:30 വരെ ആകാശവാണി കേരള നിലയങ്ങൾ സംഗീതാർച്ചന തത്സമയ പ്രക്ഷേപണം ചെയ്യും. ആകാശവാണി മുൻ ടോപ്പ് ഗ്രേഡ് വീണ ആർട്ടിസ്റ്റ് ഗോമതി ചിദംബരം അന്തരിച്ചു. 84 വയസ്സായിരുന്നു. സംസ്കാരം ഇന്ന് വൈകിട്ട് 4 മണിക്ക് കരമന ഗ്രാമസമുദായം രുദ്രഭൂമി ശ്മശാനത്തിൽ നടക്കും. ത്രിരാഷ്ട്ര വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് ഫൈനലിൽ ഇന്ത്യ ശ്രീലങ്കയെ നേരിടും. ഞായറാഴ്ചയാണ് ഫൈനൽ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ 21 സ്വർണവും 18 വെള്ളിയും ഉൾപ്പെടെ 55 മെഡലുകളുമായി മഹാരാഷ്ട്ര മെഡൽ പട്ടികയിൽ 1-ാം സ്ഥാനത്ത് തുടരുന്നു. 11 സ്വർണവുമായി രാജസ്ഥാൻ 2-ാം സ്ഥാനത്തും 10 സ്വർണവുമായി കർണാടക 3-ാം സ്ഥാനത്തുമാണ്. കബഡി ഫൈനലിൽ ഹരിയാന വനിതാ പുരുഷ ടീമുകൾ സ്വർണം നേടി. റൊമാനിയയിലെ ബുക്കൂറസ്റ്റിൽ നടക്കുന്ന സൂപ്പർ ബെസ്റ്റ് ക്ലാസിക് ചെസ് മത്സരങ്ങളുടെ 2-ാം റൌണ്ടിൽ ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്റർ ഡി ഗുകേഷും R പ്രജ്ഞാനന്ദയും സമനിലയിൽ. ഉസ്ബെക്കിസ്ഥാൻ താരത്തോടുള്ള മത്സരത്തിലാണ് ഗുകേഷ് സമനിലയിലെത്തിയത്. പ്രജ്ഞാനന്ദ അമേരിക്കൻ താരത്തോടാണ് മത്സരിച്ചത്. 2 റൌണ്ടുകൾ പിന്നിടുമ്പോൾ ഇരു താരങ്ങളും ഓരോ പോയിന്റ് വീതം നേടി. അന്താരാഷ്ട്ര മ്യൂസിയം ദിനത്തോടനുബന്ധിച്ച് കേരള നിയമസഭാ മ്യൂസിയത്തിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന തലത്തിൽ ഓൺലൈനായി ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുന്നു. സ്കൂൾ തലത്തിൽ മ്യൂസിയങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തിലും കോളേജ് തലത്തിൽ മ്യൂസിയങ്ങൾ എങ്ങനെയായിരിക്കണം സന്ദർശകരുടെ കാഴ്ചപ്പാടിൽ എന്ന വിഷയത്തിലുമാണ് ഉപന്യാസ രചനാ മത്സരം സംഘടിപ്പിക്കുന്നത്. നിബന്ധനകൾ ഉൾപ്പെടെ വിശദമായ വിവരങ്ങൾക്ക് www.niyamaSabha.org സന്ദർശിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം കണ്ണൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിനിടെ പോലീസിനെ കയ്യേറ്റം ചെയ്ത കേസിൽ KSU നേതാവ് ഷിബിൻ നാറാത്തിനെ ഇൻസ്പെക്ടർ ശ്രീജിത്ത് കോടേരിയും സംഘവും അറസ്റ്റ് ചെയ്തു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കേരളത്തിലുടനീളം കഴിഞ്ഞ ദിവസം നടത്തിയ മോക്ക് ഡ്രില്ലിന് പോലീസ്, അഗ്നിരക്ഷ, ദുരന്ത നിവാരണം തുടങ്ങി വിവിധ വകുപ്പുകളിലെ 6,900 ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി. ഇവരെ കൂടാതെ അഗ്നിരക്ഷാസേനയ്ക്ക് കീഴിലുള്ള 1,882 സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരും മോക്ക് ഡ്രില്ലിൽ പങ്കെടുത്തു. സംസ്ഥാനത്തെ 163 കേന്ദ്രങ്ങളിലായിരുന്നു വൈകിട്ട് 4 മുതൽ 4:30 വരെ മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. ഇതിൽ കാസർഗോഡ് 63 കേന്ദ്രങ്ങളിലും, തിരുവനന്തപുരത്ത് 26 കേന്ദ്രങ്ങളിലും, പത്തനംതിട്ടയിൽ 16 കേന്ദ്രങ്ങളിലും, എറണാകുളത്ത് 12 കേന്ദ്രങ്ങളിലും മോക്ക് ഡ്രിൽ നടന്നു. ജില്ലകളിലെ പ്രവർത്തനങ്ങൾ ജില്ലാ കളക്ടർമാർ ഏകോപിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പരമാധികാരം, അഖണ്ഡത എന്നിവ കാത്തുസൂക്ഷിക്കുന്നതിന് പ്രതിജ്ഞാബദ്ധമാണെന്നും പാക് പ്രകോപനങ്ങൾക്ക് ഉചിതമായ മറുപടി നൽകുമെന്നും ആവർത്തിച്ച് ഇന്ത്യൻ സൈന്യം. ജമ്മു കാശ്മീരിലെ സാംബയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം തകർത്ത് അതിർത്തി സുരക്ഷാ സേന 7 ഭീകരരെ വധിച്ചു. ജമ്മു, ഉദ്ധംപൂർ എന്നിവിടങ്ങളിൽ നിന്ന് ഡൽഹിയിലേക്ക് പ്രത്യേക സർവീസ് നടത്തുമെന്ന് റെയിൽവേ. ഇന്ത്യ പാക് സംഘർഷ സാഹചര്യത്തിൽ കേരളം കൈക്കൊള്ളേണ്ട കാര്യങ്ങൾ ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിക്കുമെന്ന് മുഖ്യമന്ത്രി. സംഘർഷ മേഖലയിൽ അകപ്പെട്ടു പോയവരെ സഹായിക്കാൻ സെക്രട്ടേറിയറ്റിലെ കൺട്രോൾ റൂം തുറന്നു. സംസ്ഥാനത്തെ SSLC ഫലപ്രഖ്യാപനം ഇന്ന് വൈകിട്ട്. മലപ്പുറത്ത് നിപ സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യ വകുപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.